ഹലോ എവ്രി വൺ, ഇത് സൺഡേ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ഇപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് അണ്ണാൻ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട്, കുഞ്ഞുങ്ങളല്ല വലിയ അണ്ണാൻ തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് 4 മണിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പം 7:45 ആയി കേട്ടോ. നമുക്കൊരു പാലുകാച്ചിനാണ് പോകേണ്ടത്. പകല് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ കൃതിക വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. കാർത്തിക് എൻ്റെ കൈയും പിടിച്ച് നടക്കുകയാണ് കേട്ടോ. കാർത്തിക് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്ന ആളൊന്നുമല്ല, പിന്നെ എന്ത് പറ്റിയോ എന്തോന്നറിയില്ല. അപ്പോൾ ഇതാണ് ഇതാ വീട്. ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരു ബുദ്ധന്റെ മയമുണ്ട് കേട്ടോ. പിന്നെ അവർ ഗാർഡനിൽ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്ന രീതിയും ചെടികളൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ വാട്ടർഫോൾസും അതിൽ കുറേ മീനും പിന്നെ ബുദ്ധനും കേട്ടോ. കാർത്തിക്കിനെ ഈ ഒരു സമ്മർ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് മീനോട് ഭയങ്കര ഒരു ക്രേസാണ്. അവന് എല്ലാ മീനിൻ്റെയും പേരറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ വീഡിയോ എടുക്കണം, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അച്ചാച്ചനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിച്ചാണ് കേട്ടോ. അവൻ ഇതിൻ്റെയൊക്കെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല മീനൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. എല്ലാം ഒന്നും എടുത്തിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് അകത്ത് ചെന്നപ്പോൾ അത് അവിടെ ഒരു ബുദ്ധൻ. പിന്നെ എനിക്ക് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു സെൻറ്ററിൽ അവർ ഫിറ്റ് ചെയ്തൊരു ലൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് അത് അവിടെ ഒരു ബുദ്ധൻ അണ്ടർ ബോഡി ട്രീ. അങ്ങനെ പിന്നെ നമ്മൾ താഴെ വന്നിട്ടാണ് കിച്ചൺ കണ്ടത്. കിച്ചണിലെ കളർ കോമ്പിനേഷൻ ആയാലും കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്ന രീതിയാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കൃതിക അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഒരുപാട് ദാഹിച്ചു കേസ്. അങ്ങനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലൺ ഇതായിരുന്നു തന്നിട്ടുള്ളത്. അപ്പം ഞാനും കൃതിയും കൂടെ ഒരെണ്ണം വാങ്ങിച്ച് ഷെയർ ചെയ്താണ് കുടിച്ചത്. കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. ഈ അടുത്തിടെയായിട്ട് ഞാൻ മധുരം കുറച്ച് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം ചായക്ക് ഞാൻ അധികം മധുരം ചേർത്താണ് കഴിക്കുന്നത്. പിന്നെ അതാ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൃതിയെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ കാർത്തിക്ക് പോയി ഒരു ഐസ്ക്രീം ഒക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്നു ഗൈസ്. എനിക്കും കൃതിയേക്കും കൂടെ ഒരെണ്ണം കൊണ്ടു തന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കൃതിയെ ഈ ഒരുപാട് തണുപ്പ് രാത്രിയിൽ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അമ്മയ്ക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഞാനും കഴിച്ചു, കൃതിയും കഴിച്ചു. അങ്ങനെ ഒരു പരുവത്തിന് നമ്മളത് കഴിച്ച് തീർത്തു ഗൈസ്. മടിയിലൊരു ടവലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഡ്രസ്സിലൊക്കെ വീണാൽ പിന്നെ മൊത്തം ഒട്ടിപ്പിടിക്കും. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇവർ കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റായി പോകുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഡി ജെ ഉള്ളതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഫുഡ് നമ്മൾ കപ്പയും ബീഫ് കുറുമയും പൊറോട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിച്ചത്. ഇതെല്ലാം ഞാൻ കഴിച്ചില്ല, കുറച്ച് കഴിച്ചു. അങ്ങനെ കൃതികത ഇരുന്നുകൊണ്ട് ഡാൻസ് കളിക്കുകയാണ്. ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് അങ്ങോട്ട് നിന്ന് കളിക്കുക നിന്ന് കളിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ പുള്ളിക്കാരി കളിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ കളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് തന്നെ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ കഴിച്ചുകൊണ്ടാണോന്ന് അറിഞ്ഞില്ല, പിന്നെ കഴിച്ചില്ല. അങ്ങനെ പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടി